പയ്യന്നൂരിൽ 1.5 വയസ്സുകാരൻ ചികിത്സാ പിഴവിൽ മരിച്ച സംഭവത്തിൽ ചികിത്സിച്ച ഡോക്ടർമാർക്ക് ഗുരുതര പിഴവ് പറ്റിയെന്ന് മെഡിക്കൽ ബോർഡിന്റെ കണ്ടെത്തൽ. അനസ്തേഷ്യ നൽകിയ ഡോക്ടർ അഞ്ജലിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. സ്വകാര്യ ആശുപത്രിയാണെങ്കിലും അന്വേഷണത്തിൽ വീഴ്ച കണ്ടെത്തിയാൽ നടപടി ഉറപ്പാണെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. 5 അംഗ ബോർഡിൽ 3 പേർ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായത് കുറ്റകരമായ അനാസ്ഥയാണെന്ന് വിലയിരുത്തി. ഒരാൾ വീഴ്ചയുണ്ടായില്ലെന്ന് വാദിച്ചു. ഒരംഗം പ്രത്യേകിച്ച് അഭിപ്രായം അറിയിച്ചില്ല. ബോർഡ് കണ്ടെത്തിയ കാര്യങ്ങൾ ഇവയാണ്. രാവിലെ 10:15 ചികിത്സ തേടിയെത്തിയ കുട്ടിക്ക് അനസ്തീഷ്യ നൽകിയത് വൈകിട്ട്. അപ്പോഴേക്കും മുറിവ് ഉണങ്ങിയിരുന്നു. അതറിഞ്ഞിട്ടും ഡോക്ടർ അഞ്ജലി പൊതുവാൾ അനസ്തീഷ്യ നൽകുകയായിരുന്നു. അനസ്തീഷ്യ നൽകിയ ആശുപത്രിയിൽ മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പിഴവ് മനസ്സിലാക്കി വൈകിട്ട് 6 മണിയോടെ കുട്ടിയെ കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ക്രിമിനൽ അനാസ്ഥയിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിന് ബോർഡ് ശുപാർശ ചെയ്തു. അതിന്റെ റിപ്പോർട്ട് പരിശോധിക്കുന്നുണ്ട്. പ്രൈവറ്റ് ആണെങ്കിലും എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കാനുള്ള അധികാരം ഗവൺമെന്റിനുണ്ട്. അതിനിടെ മെഡിക്കൽ ബോർഡ് യോഗത്തിൽ ഗവൺമെന്റ് പ്ലീഡറും ഡിഎംഒയും തമ്മിൽ തർക്കമുണ്ടായി. 5-ൽ കൂടുതൽ അംഗങ്ങളെ പങ്കെടുപ്പിക്കാനാകില്ലെന്ന് ഗവൺമെന്റ് പ്ലീഡർ തീരുമാനമെടുത്തതായിരുന്നു കാരണം. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.